അറിവിന്റെ പുതിയ ചുവടുവെപ്പുമായി ആർല ഫാമിലെ തൊഴിലാളികൾ. ശ്രീവേഷ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏജന്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞറിഞ്ഞാൽ വേറെ എവിടെയല്ല, നമ്മുടെ ആറളം ഫാമിലാണ്. ആദ്യം ഞാൻ അധികം സംസാരിക്കുന്നില്ല, ആദ്യം നമുക്ക് ഈ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം. നമ്മുടെ ഈ ആറളം ഫാമിലെ സ്ത്രീ തൊഴിലാളികൾ ജോലിക്ക് ഇടയിൽ പുതിയ ഒരു സംഭവം തുടങ്ങിയിരിക്കുകയാണ്. അത് എന്താണെന്നല്ലേ, അത് നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണാം. ആറളം ഫാമിലെ സ്ത്രീ തൊഴിലാളികൾ ഇടവേളകളിൽ ഇവിടെ ചുവട് എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയിരിക്കുകയാണ്. അത് ADM നമ്മുടെ ആറളം ഫാം ADM നേതൃത്വത്തിൽ ഇവിടെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ച് അവരെ ഒരു മലയാളം നല്ല രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പഠനം, നമ്മൾ ഈ ജോലി സമയത്ത് ഇടവേളകളിൽ അവർക്ക് എങ്ങനെ നമുക്ക് മലയാളം പഠിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു ചുവട് എന്ന് പറയുന്ന ഒരു ആശയവുമായി ADM മുന്നോട്ട് വന്നിരിക്കുകയാണ്. ADM ഇപ്പോൾ അവരോടൊപ്പം തന്നെ നടുക്കിരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ. നമ്മളൊന്നല്ലേ നമുക്കുടയോനും ഈ മണ്ണിനുടയോനും നമ്മളല്ലേ, കാടൊക്കെ വെട്ടിമാറ്റി പാടം പണിയുമ്പം നമ്മളൊന്ന്, പാടത്തെ കട്ടയുടച്ച് തിന കൊയ്യുമ്പോൾ നമ്മളൊന്ന്, നാം ഒന്നല്ലേ നമ്മളൊന്നല്ലേ, കൂരിരുട്ടിൽ നമ്മളൊന്ന്, കോടമഞ്ഞിൽ നമ്മളൊന്ന്, കൊടുങ്കാറ്റിൽ കൊടും വെയിലിൽ പെരുമാരിയിൽ നമ്മളൊന്ന്, കൊടുങ്കാറ്റിൽ കൊടും വെയിലിൽ പെരുമാരിയിൽ നമ്മളൊന്ന്, കാടൊക്കെ വെട്ടിമാറ്റി പാടം പണിയുമ്പം നമ്മളൊന്ന്, പാടത്തെ കട്ടയുടച്ച് തിന വിതയ്ക്കുമ്പോൾ നമ്മളൊന്ന്, കള നുള്ളുമ്പോഴും വിള കൊയ്യുമ്പോഴും നമ്മളൊന്ന്, നമ്മുടെ കരുത്തല്ലോ കനകമണിയായി പൂത്തു നിൽക്കുന്നു, നമ്മുടെ വിയർപ്പല്ലോ മുത്തുമണിയായി കായ്ച്ചു നിൽക്കുന്നു, പങ്കുവയ്ക്കുക തുല്യമായി ഈ കനകമണികൾ മുത്തുമണികൾ, നമ്മുടേതല്ലേ നാം ഒന്നല്ലേ നമ്മളൊന്നല്ലേ. ഇതാണ് നമ്മുടെ ആശയം. ചുവട് എന്ന ഒരു ആശയവുമായി നമ്മുടെ ആറളം ഫാം ADM ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജോലി സമയങ്ങളിലെ ഇടവേളകളിൽ ഇവരെ അക്ഷരം പഠിപ്പിച്ച് നല്ല ഒരു മലയാളം ഒക്കെ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ADM ഒരു പുതിയ ഒരു ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ADM തന്നെ ചോദിച്ചു നോക്കാം. സാർ, ഇത് ഒരു വേറിട്ട ഒരു കാഴ്ചയാണ് നമ്മൾ ഏജന്റ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. വളരെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വരാനുള്ള സാഹചര്യം എന്താണ്? 5 ടൺ ചേനയാണ് ഇവിടെ ചെയ്യുന്നത്, 2 ടൺ ചേമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നയിക്കുന്നത് ഈ ഒരു ടീമാണ്. അപ്പോൾ അതൊരു പുതിയ കൃഷി രീതി അല്ലെ പുതിയ കൃഷി സാധ്യത മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അവരെയും മുന്നോട്ട് കൊണ്ടെത്തിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത് വളരെ ഭംഗിയായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ്. ഈ നല്ലൊരു ചുവടുവെപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ചുവട് നല്ലൊരു ചുവടുവെപ്പായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു സംരംഭം, നമ്മുടെ ഈ ചുവട് എന്ന് പറയുന്ന ഒരു ആശയം? ഞങ്ങൾക്ക് പഠിക്കാനൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഇവിടെ വന്ന ചേച്ചിമാരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എഴുതാനും പഠിപ്പിക്കാനും പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഇനിയും നമ്മുടെ തലമുറകളെ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. പിന്നെ കുറേ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് അറിവിലേക്ക് വരാനും നല്ല ആഗ്രഹമുണ്ട്. ഇതിങ്ങനെ ഈ ഒരു തുടക്കം എങ്ങനെയുണ്ട്? തുടക്കം സൂപ്പറാണ്. പാട്ട് പാടുവോ? പാടൂല. നന്നായിട്ട് പഠിച്ചിട്ട് നമുക്കൊരു പാട്ടൊക്കെ പാടിത്തരണം. ഓക്കെ.
ഈ ആറളം ഫാമിലി ചുവടിന്റെ തുടക്കം നല്ല ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തൊഴിലാളികൾക്കൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ആശയവും അതുപോലെ തന്നെ ഈ ചുവടുമായി ഈ വിദ്യാർത്ഥികൾ എങ്ങനെയുണ്ട്? വിദ്യാർത്ഥികൾ അവർ പഠിക്കാനായിട്ട് ഉത്സാഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സമൂഹം പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വായിക്കാനും എഴുതാനും അറിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവരെ അറിവ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചതിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വായിക്കാനും എഴുതാനൊക്കെ അറിയുമ്പോൾ അവർക്ക് വിജയിച്ച് നിൽക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ 1 മാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറ്റാവുന്നത് പഠിപ്പിച്ചിട്ട് ബാക്കി ഇവർക്ക് കൈമാറാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ 2 പേര് സഹൃദയ കോളേജിലത്തെ സ്റ്റുഡൻസ് ആണ്. എന്താ പേര്? അഞ്ജലി. എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവരൊരു ഇൻട്രസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ഇങ്ങനൊരു കാര്യത്തിലൂടെ കിടക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് എത്തിയത്. പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ സാറുണ്ട്, സൂപ്പർവൈസർ സാറായ നിധി സാർ ഞങ്ങൾ കൂടെ ഉണ്ട്. സാറാണ് മെയിനായിട്ട് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഇൻട്രസ്റ്റും കൂടെയാണ് ഞങ്ങളതിനെ ഇതിലോട്ട് എത്തിച്ചത്. ലെറ്ററൊക്കെ എഴുതാൻ വേണ്ടി പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. എന്നാന്ന് വെച്ചാൽ എപ്പോഴും വന്നൊരു ചേച്ചി എനിക്കിട്ടൊന്ന് എഴുതി തരണമെന്നൊക്കെ പറയും. അപ്പോൾ അവർ സ്വന്തമായിട്ട് പഠിക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഇതുണ്ടല്ലോ. നമ്മളൊക്കെ ഇപ്പം റിട്ടയർഡായി പോകും. അപ്പം സ്വന്തം കാൽച്ചോട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ആറളം ഫാമിൽ നല്ലൊരു തുടക്കമാണ് ചുവട് നല്ല രീതിയിൽ ചുവട് വെച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആറളം ഫാമിൽ നിന്നും KB ഉത്തമനോടൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.